ഗുഡ് മോർണിംഗ് അമേസിംഗ് ഇൻഫിനിറ്റി ഫാമിലി. ഞാൻ വീണ്ടും ഫോർട്ട് നൈൻ മെസ്സേജ് ഇട്ടേറ്റ് ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനിപ്പോ കോലംബർ ഉള്ളത് ലീഡർഷിപ്പ് ക്യാമ്പിൽ ഒന്നാണ്. 16 ദിവസമായിട്ട് ഞാൻ ട്രാവൽ ചെയ്യാണ്. ആദ്യം ബാങ്കോക്കില്, പിന്നെ പട്ടായല്. രണ്ടിടത്തും ചീഫ് ഉണ്ടായിരുന്നു, അപ്ലൈന്റെ കൂടെ ഉണ്ടായിരുന്നു, ക്ലബ് വെലോസിറ്റി ഉണ്ടായിരുന്നു അവിടെ. അതിന് വീണ്ടും ബാങ്കോക്കിലേക്ക് പോയി. അവിടെ ചീഫ് ജയാറിന്റെ കൂടെ ടൈം ചെലവ്. വീണ്ടും ഫുഡ്കറ്റിലേക്ക് വീണ്ടും തിരിച്ചുപോയി. വീണ്ടും ഒരു ക്ലബ് വെലോസിറ്റി നടന്നു. ഞാൻ റിയലൈസ് ചെയ്ത കാര്യം തന്നെ, ഇതെല്ലാം നടക്കുമ്പോ ഞാൻ അവിടെ പോകുമ്പോ ഒരു വി ഐ പി ആയിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പീക്കറായിട്ട് പോകുമ്പോൾ അവിടെ എന്താ സംഭവിക്കണം എനിക്ക് കൂടുതൽ എനർജൈറ്റാണ് വരുന്നത്. ഞാൻ സ്വയം നല്ല എനർജിയിലാണ്. ഞാൻ എന്നെ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എന്നെ പുഷ് ചെയ്യും. എനിക്കറിയില്ല ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ വന്നവർക്ക് എല്ലാവർക്കും അതെന്താ അറിയില്ല. പക്ഷെ സെയിം എനർജി കിട്ടുന്നത് നിങ്ങൾ പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഇങ്ങനത്തെ അസോസിയേഷൻസ് ഭയങ്കര ഡിഫറൻസ് ആണ് നമുക്ക് ഉണ്ടാക്കുന്നത്. ഒരിക്കലും ഇങ്ങനത്തെ ടൈപ്പ് അസോസിയേഷൻസ് മിസ് ചെയ്യരുത്. എന്തെങ്കിലും ഇങ്ങനെ പ്രോഗ്രാംസ് ലോങ് ചെയ്യേണ്ടതിന് നിങ്ങൾ എന്തായാലും നിങ്ങൾ ഉറപ്പുവരുത്തണം നിങ്ങൾ അതിന് ക്വാളിഫൈ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതിന് വരാം അങ്ങനത്തെ ഒരു എനർജിയും നോളജും ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോവാ, കൂടുതൽ എനർജി പോവുക, നിങ്ങളുടെ ഡ്രീംസുകളൊക്കെ ഫുൾഫിൽ ചെയ്യാം. ഈ ഫോർട്ട് മെസ്സേജ് 8 എനിക്ക് പറയാനുള്ളത്, കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ കാര്യത്തെ കുറിച്ചിട്ടാണ്. സഫയറിന് പുതിയ ഡയമണ്ട് പ്ലാറ്റിനത്തിൽ പുതിയ ക്രൈറ്റീരിയസ് വന്നിട്ടുണ്ട്. ബ്ലൂ ഡയമണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഫസ്റ്റ് വീക്ക് മുതൽ ഞാൻ ഡ്രീം ഗോൾ അച്ചീവ്മെന്റിനെ കുറിച്ച് സംസാരിക്കും. പല ലീഡേഴ്സിനെയും സംസാരിച്ചപ്പോൾ ഓർഗനൈസേഷനിലെ ലീഡേഴ്സുകാർ പറയുന്നത് കൂടുതൽ ആളുകളും പ്ലാൻ ചെയ്യണമെന്ന്. അടുത്ത റാങ്ക് അവര് ആഗ്രഹിക്കുന്നത് അത് അച്ചീവ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അടിസ്ഥാനമായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരു റാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു പൊസിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് നെക്സ്റ്റ് പൊസിഷനിലാണ് ഞാൻ നോക്കിയത്. ഡയമണ്ട് പ്ലാറ്റിനം ലോഞ്ച് ചെയ്ത സമയത്ത് ഞാൻ എപ്പോഴും ഡയമണ്ട് ആണ് ഗൺ ചെയ്തിരുന്നത്, അതിന് പ്ലാറ്റിനത്ത് വരാം. അപ്പൊ പ്ലാറ്റിനം നമ്മളൊരു എഫോർട്ട് ഇല്ലാതെ എത്തും. ഇപ്പൊ ഞാൻ പുതിയ ബ്ലൂ ഡയമണ്ട് ലോഞ്ച് ചെയ്തപ്പോ ഞാൻ ഡയമണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുന്നില്ല, പകരം ഞാൻ ചെയ്തത് ബ്ലൂ ഡയമണ്ടിന് വേണ്ടി പണിയെടുക്കുകയാണ് ചെയ്തത്. ഡയമണ്ടിന്റെ മെയിൻറ്റെയിൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. ഇപ്പൊ ആളുകൾ സഫയറിന് വേണ്ടി ഗൺ ചെയ്യാറുണ്ട്. അവരോട് ഞാൻ പറയുന്നത് സഫയർ നോക്കില്ല, പക്ഷെ അതിന് പകരം നിങ്ങൾ പ്ലാറ്റിനത്തിന് വേണ്ടി മൈനൂട്ടായിട്ട് പ്ലാൻ ചെയ്യും. നിങ്ങൾ റിയലൈസ് ചെയ്യണം മുന്നേ തന്നെ നിങ്ങൾ സഫയറും. നിങ്ങൾ പ്ലാറ്റിനത്തിന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ലോങ് ടേം ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യും. അതിന് ടൈം എടുക്കും. എന്നാലും നിങ്ങൾ സഫയർ ടു പ്ലാറ്റിനം എന്നുള്ളത് നിങ്ങൾക്ക് കൂടുതൽ പ്രയാസം ഉണ്ടാവില്ല. നിങ്ങൾ ആ കൾച്ചർ ബിൽഡ് ചെയ്യും. സഫയർ എത്തുന്ന മുന്നേ തന്നെ പ്ലാറ്റിനം ഡയമണ്ടിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ഇപ്പൊ ഡയമണ്ട് ആണെങ്കിലും പ്ലാറ്റിനം ആണെങ്കിലും കുറെ സഫയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ഇത് പഴയ ആളുകൾക്ക് മാത്രമല്ല, പുതിയ ആളുകൾക്ക് സഫയർ, ഡയമണ്ട്, പ്ലാറ്റിനം, LS, LDC, CTC അതൊക്കെ നിങ്ങൾ പുതിയതാണെങ്കിൽ നിങ്ങൾ LS ന് കൺ ചെയ്യരുത്. എപ്പോഴും നിങ്ങൾ LDC ഫോക്കസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വളരെ മൈന്യൂട്ടായിട്ട് പ്ലാൻ ചെയ്യാം. LS ക്വാളിഫൈ ചെയ്യും. ആ ടൈമിൽ നിങ്ങൾ LDC എത്തും. നിങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റും, LDC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 6 മാസം കഴിഞ്ഞൊക്കെ എന്ത് ചെയ്യണം, സഫയറിന് പ്ലാൻ ചെയ്യും. LDC, CTC-നെക്കാട്ടൊക്കെ നിങ്ങൾ സഫയറിന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് നിങ്ങൾ LDC, CTC ഒക്കെ ആവും. നിങ്ങൾ ബെഞ്ചിൽ കുറച്ച് മുകളിലോട്ട് വെക്കുക. നിങ്ങൾ നെക്സ്റ്റ് ഗോളിനെക്കാട്ടി കുറച്ചും കൂടി മുകളിലോട്ട് വെക്കുക.
അതിന് ശേഷം നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് തൊട്ട് മുകളിൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾ അടുത്ത അച്ചീവ് ചെയ്യാൻ പോകുന്ന മെയിൻ സ്റ്റോൺ തന്നെ ആദ്യം സെറ്റ് ചെയ്യാം. പുതിയ ആളുകളാണ് പഴയതാണെങ്കിൽ അടുത്ത മൈൽ സ്റ്റോൺ നിങ്ങൾ മുന്നിൽ റെഡിയാവും. നിങ്ങൾ അടുത്ത ബെഞ്ച് മാർക്ക് റെഡിയാവും. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ജസ്റ്റ് വീക്ക് ആയിട്ട് പോകണമെന്നോ? ഓക്കെ വീക്കിലി കുറച്ച് വേണം. പക്ഷെ നിങ്ങൾക്ക് ഒരു മിഡ് ടൈം ഗോൾ വേണം, റാങ്ക് ആവണം. നിങ്ങൾ ഇൻകം മാത്രമല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ടാവും, റെക്കഗ്നിഷൻ. ആളുകൾ രണ്ട് കാര്യത്തിനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഒന്ന് തീർച്ചയായിട്ടും പൈസക്ക് വേണ്ടി, രണ്ടാമത് റെക്കഗ്നിഷനാണ്. ആളുകൾ പറയുന്നുണ്ട് റെക്കഗ്നേഷന് വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ കളവ് പറയണം. അവർക്ക് അറിയില്ല റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളെ ഫുൾഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നത്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ മോട്ടിവേറ്റഡ് ആവും. നമ്മൾ സെൻസ് ഓഫ് അച്ചീവ്മെന്റ്സ് നമുക്ക് ഉണ്ടാവും. അടുത്ത ഗോളിലേക്ക് പോകാൻ നമ്മൾ പുഷ് ചെയ്യും. നമ്മൾ കൂടുതൽ റാങ്ക് വെച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്ന പോലില്ല LSA LDC CTCനെ കുറിച്ചിട്ടൊന്നും. അവർ അടുത്ത മൈൽ സ്റ്റോൺ എന്താണെന്നുള്ളത് അത് ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ പ്ലാൻ ചെയ്യണം, വളരെ മൈന്യൂട്ടായിട്ട് പ്ലാൻ ചെയ്യണം. ഡെയിലി ദിവസം അത് പ്ലാൻ ചെയ്തുകൊണ്ട് അതല്ല നല്ല ഷാർപ്പായിട്ട് നിങ്ങൾ അതിനെ കുറിച്ച് ഫോക്കസ് ചെയ്യണം. നിങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന്റെ തൊട്ട് മുകളിലെ റാങ്കിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യണം. നിങ്ങൾ സഫയർ ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും സഫയർ നോക്കരുത്. സീരിയസ് ആയിട്ട് ക്രേസി ആയിട്ട് പ്ലാറ്റിനത്തിന് ഗൺ ചെയ്യാം. സഫയർ വളരെ ഈസി ആയിട്ട് സംഭവിക്കും. നിങ്ങളുടെ കൾച്ചറിൽ പ്ലാറ്റിനത്തിലുള്ള ഓൾറെഡി ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഓൾറെഡി പ്ലാറ്റിനം ആണെന്നുണ്ടെങ്കിൽ ഡയമണ്ട് നോക്കാം. നിങ്ങൾ ഒരിക്കലും ദാഹത്തിന് വേണ്ടി നിങ്ങൾ കുറച്ചെടുക്കുക കുഴിച്ചുകൊണ്ടിരിക്കരുത്. പക്ഷെ അതിന് പകരം പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യാം. റെക്കഗ്നീഷന് വേണ്ടിയിട്ട്, അതാണ് ഈ ബിൽഡിംഗ് തന്നെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈപ്പ് ലൈൻ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മറ്റു വലിയ ബെഞ്ച് മാർക്കുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. മൈന്യൂട്ടായിട്ട് ഡെയിലി ബേസിൽ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ബെഞ്ച് മാർക്ക് കണ്ടിട്ട് ഫുൾഫില്ലായിക്കോളും. വീണ്ടും ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ അടുത്ത റാങ്ക് എന്താ നിങ്ങൾക്കറിയാം? എങ്ങനെ അത് ഫിനിഷ് ചെയ്യാം, എപ്പോഴാണ് ഫിനിഷ് ചെയ്യാന്നുള്ളത്? ഞാനിത് ഈസി ആയിട്ടുള്ള നെക്സ്റ്റിന്റെ തൊട്ട് നെക്സ്റ്റ് ഉള്ളതാണോ ഞാൻ അതോ ഹയർ വന്നാണ് നോക്കുന്നത്? അതിന്റെ മുകളിലാണ് നോക്കുന്നത്. പുതിയ ആളുകൾ, നിങ്ങൾ പുതിയതാണ്, നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾ LDC ക്വാളിഫൈ ആവുന്നത്? നിങ്ങൾ എന്നാ 20 DR അച്ചീവ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. നിങ്ങൾ 20 DR ഗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ LS ക്വാളിഫൈ ആവും, നിങ്ങൾ LDC ക്വാളിഫൈ ആവും, നിങ്ങൾ CTC ക്വാളിഫൈ ആവും, ബൈ ഡിഫോൾട്ട് ആയിട്ട് ക്വാളിഫൈ ആവും. ആ സമയത്ത് നിങ്ങൾ 20 DR നിങ്ങൾ സഫയറിന് തയ്യാറായി നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളും ചിന്തിക്കുന്നില്ല. നമ്മൾ അവിടെ എത്താൻ വേണ്ടി ആഗ്രഹിക്കും. നമുക്ക് ആ ഒരു ബേണിംഗ് ഡിസയർ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ബേണിംഗ് ഡിസയർ ആണോ വിഷ്ഫുൾ തോട്ട് ആണോ, എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ കണ്ണായ ഒരു ഗോളിലാണെന്നുണ്ടെങ്കിൽ, അതില്ലാന്നുണ്ടെങ്കിൽ അത് ഗോൾ മാത്രമല്ല ബേണിംഗ് ഡിസയർ ആണ്. നിങ്ങൾ അത്രയും തീവ്രമായിട്ട് അതിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതിനെ കുറിച്ച് ആളുകൾ മറന്നു പോകണം. ആ ഡിസൈറിനോട് നിങ്ങൾ വളരെ അടുത്ത് ക്ലോസ് ആയിട്ടുണ്ടാവും. നിങ്ങൾ അതിനെ കുറിച്ച് വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ സ്റ്റേജിൽ കയറുന്നത്, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ആ ബാക്ക്വേർഡ് റിവേഴ്സൽ കാൽക്കുലേറ്റ് ചെയ്യും. നിങ്ങൾ അപ്ലൈന്റെ കൂടെ കൺസൾട്ട് ചെയ്തിട്ട് ഒറ്റ ഫോക്കസ് ഉണ്ടായാൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും
അതൊക്കെ അച്ചീവ് ചെയ്യാൻ കാരണം അത് ഗോൾ ഉണ്ടായിരുന്നു. ഞാൻ റിയലൈസ് ചെയ്ത് കാരണം ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എന്റെ ഗോൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എനർജി ലോ ആണെങ്കിൽ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിലേ ഇപ്പോഴും എനിക്ക് ഗോൾ ഉണ്ട്, നിങ്ങൾക്ക് വേറൊരു എനർജി ആണ് ഭയങ്കര വേറെ എക്സൈറ്റ്മെന്റ് ആണ്. ആ എക്സൈറ്റ്മെന്റ് എനർജി നിങ്ങൾക്ക് വേറെ ഡ്രീം കാര്യങ്ങൾ കിട്ടും. നിങ്ങൾ ചെക്ക് നിങ്ങൾക്കൊരു ഡിസൈർ തീവ്രമായൊരു നിങ്ങളുടെ ഗോളിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾ അടുത്തത്, റാങ്കിലാണെങ്കിലും റെക്കഗ്നിഷൻ ആണെങ്കിലും നിങ്ങളെ റോഡ് മാപ്പ് LDC CTC ISP എന്താണെങ്കിലും നിങ്ങൾ ട്രാക്ക് ചെയ്യണ്ട ഡെയിലി ട്രാക്ക് ചെയ്യണ്ട. ക്യാമ്പിൽ പോകണമെന്നുള്ള കാര്യം നിങ്ങളത് സ്വന്തമാക്കിയിട്ടുണ്ടോ? ആഴ്ചയിൽ നിങ്ങൾ അപ്ലൈനോട് സംസാരിക്കും. നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എപ്പോഴും അപ്ലൈൻ ചോദിക്കുമ്പോൾ ഞാൻ അത് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. LDCയുടെ മോഡൽ അത് നിങ്ങളെ ഇൻകം കൂട്ടും. ISP ആണെങ്കിലും സഫയർ ആണെങ്കിലും പ്ലാറ്റിനം ആണെങ്കിലും ഡയമണ്ട് ആണെങ്കിലും നിങ്ങൾക്കറിയാം എപ്പോ ഞങ്ങൾ ഇത് ടച്ച് ചെയ്യുന്നില്ല. നിങ്ങൾ അത് ഡെയിലി വിഷ്വലൈസ് ചെയ്യുന്നുണ്ടോ? ഡെയിലി ബേസിൽ നിങ്ങൾ ട്രാക്ക് ചെയ്യണ്ട. ഒരിക്കലും 2 പ്രാവശ്യം അത് നിങ്ങൾ അവിടെ എത്തുന്നത് വരെ നിങ്ങൾ ഈസി ആയിട്ടുള്ള നിങ്ങൾ തൊട്ടടുത്തുള്ളതാണ് നോക്കുന്നത്, അതിന്റെ തൊട്ട് മുകളിലുള്ളതാണ് നിങ്ങൾ നോക്കുന്നത്. ചെക്ക് ചെയ്യാം. നിങ്ങൾ അപ്ലൈനോട് പറയാം, അപ്ലൈനെ അറിയിക്കാം ഡിസൈർ നിങ്ങൾ ന്യൂ റാങ്ക് അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. ISP ആണെങ്കിലും ട്രെയിനിങ് ക്യാമ്പ് CTC എന്താണെങ്കിലും പുതിയ ആളുകൾക്ക് 20 DR ഒരിക്കലും 7 DR LS 13 DR 20 DR ഗൺ ചെയ്യും. എല്ലാം നിങ്ങൾ കാണാൻ പറ്റും. LS LDC CTC എല്ലാം സംഭവിക്കും. കോൺസെൻട്രേറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാം, ഗോൾ ഫോക്കസ് ചെയ്യാം. ഡിസൈർ അത് എത്രയും പെട്ടെന്ന് നടത്തും. പ്രോപ്പർ ആയിട്ട് അത് ട്രാക്ക് ചെയ്യുകയും ചെയ്യാം. പ്രോപ്പർ ആഴ്ചയിൽ പോകും, അപ്ലൈന്റെ കൂടെ കൺസൾട്ട് ചെയ്യാം. അത് മാത്രമാണ് അത് അടുത്ത ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒറ്റ കാര്യം. താങ്ക് യു, എല്ലാവർക്കും നന്ദി. അടുത്ത ഫോർട്ട്നൈറ്റ് മെസ്സേജിൽ കാണാം. ഓക്കെ, ഇൻഫിനിറ്റി റോക്സ്.